ഓം ശ്രീ സദ്ഗുരു ചരണാരവിന്ദാഭ്യാം നമഃ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോഃ ദുഗ്ധം ഗീതാമൃതം മഹത് വസുദേവസുതം ദേവം കംസജാനൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. എല്ലാ ആചാര്യമണ്ഡലിക്കും ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സുമനസുകൾക്കും എൻ്റെ നമസ്കാരം. തൈത്തിരീയ ഉപനിഷത്തിലെ കോശപഞ്ചകം, അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ കോശങ്ങളെക്കുറിച്ചുള്ള ആ ചർച്ച നാം ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് നമുക്ക് ഒരു മാസത്തെ അവധിയെടുത്ത് മാറി നിൽക്കേണ്ടി വന്നത്. അതിൽ വിജ്ഞാനമയ കോശം വരെ നാം ഏതാണ്ട് മനസ്സിലാക്കി. ഇനി അവസാനത്തെ കോശം, ഏറ്റവും ആന്തരമായ കോശമായ ആനന്ദമയ കോശം, അതിൻ്റെ വിവരണമാണ് ഉപനിഷത്തിൽ ഇപ്രകാരം പ്രതിപാദിക്കപ്പെടുന്നത്. വിജ്ഞാനം യജ്ഞം തനുതേ എന്ന ശ്ലോകത്തോടു കൂടി ചേർന്നുകൊണ്ട് പറയുകയാണ്. ഇതുവരെ പ്രതിപാദിക്കപ്പെട്ടതായ വിജ്ഞാനമയ കോശത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അങ്ങനെ വിജ്ഞാനമയ കോശ സ്വരൂപമായ ആത്മാവിനെ ഉപാസിക്കുന്നവന്റെ ആ വ്യക്തിക്ക് കിട്ടുന്ന ഫലങ്ങളെക്കുറിച്ചുമെല്ലാം ഇവിടെ പറയുന്നു. എന്താണ് വിജ്ഞാനമയ കോശത്തിന്റെ ചില പ്രത്യേകതകളെന്നും കൂടി ആ ഒരു ചർച്ചകളുടെ അവസാനത്തിൽ ഒരു ബ്രാഹ്മണ മന്ത്രം ഉദ്ധരിച്ചുകൊണ്ട് ഉപനിഷത്ത് ഇത് തുടരുകയാണ്. അഞ്ചാമത്തെ അനുവാദം, അതായത് വിജ്ഞാനം യജ്ഞം തനുതേ കർമാണി തനുതേ പിച്ച വിജ്ഞാനം ദേവാ സർവേ ബ്രഹ്മജ്യേഷ്ഠമുപാസത്തെ വിജ്ഞാനം ബ്രഹ്മചേദ്വേദ തസ്മാച്ചേന്ന പ്രമാദ്യതി ശരീരേ പാപ്മനോ ഹിത്വാ സർവാൻ കാമാൻ സമശ്നുത ഇതി എന്ന്. ഈ വിജ്ഞാനത്തെ ഉപാസിക്കുന്നവൻ, വിജ്ഞാനമയ കോശം, അവിടെ അന്തരാന്തരമായിട്ടുള്ളവ സൂക്ഷ്മതലങ്ങളാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ ശരീരം, നാം കാണുന്ന ഈ ശരീരം, ഈ ഷാട്ട് കൗശികം 6 കോശങ്ങളോട് കൂടിയതായ ഈ ശരീരം, ഈ ശരീരത്തിനെയാണ് നാം അന്നമയ കോശം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി സൂക്ഷ്മമായ പ്രാണമയ കോശം, അതിൻ്റെ ഉള്ളിൽ കുറെ കൂടി സൂക്ഷ്മമായ മനോമയ കോശം, അതിൻ്റെ ഉള്ളിലാണ് വിജ്ഞാനമയ കോശം. ഈ വിജ്ഞാനമയ കോശത്തെ ആത്മാവായി കാണുന്നവൻ യജ്ഞം തനുതേ, യജ്ഞാദികൾ എല്ലാ ക്രിയകളും, ഇവിടെ യജ്ഞം എന്ന് പറയുന്നത് കൊണ്ട് വൈദികമായ യജ്ഞങ്ങൾ മാത്രമല്ല, സകലവിധ പ്രവൃത്തികളെയും യജ്ഞം തനുതേ വളരെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്നു എന്നാണ് പറയുന്നത്. കർമാണി തനുതേ പിച്ച, യജ്ഞത്തെ മാത്രമല്ല മറ്റു കർമ്മങ്ങളെയും, കർമാണി തനുതേ പിച്ച ഇതര കർമ്മങ്ങളെയും തനുതേ പിച്ച വിസ്തരിക്കുന്നു, വളരെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്നു എന്നർത്ഥം. അല്ലേ? വിജ്ഞാനം ദേവാ സർവേ, അതായത് ഈ ദേവാഹ സർവേ ദേവാഹ, ഇന്ദ്രൻ മുതലായ ഇന്ദ്രാദികളായ എല്ലാ ദേവന്മാരും വിജ്ഞാനം, ഈ വിജ്ഞാനത്തെ ജ്യേഷ്ഠം ബ്രഹ്മ, ആദ്യത്തെ സൃഷ്ടിയായ, അതായത് ജഗത് സൃഷ്ടിക്കും മുമ്പ് സാക്ഷാത് പരമാത്മ സൃഷ്ടിച്ചതായ ബ്രഹ്മാവിനെ, ഹിരണ്യഗർഭനെ എന്നർത്ഥം, ഉപാസത്തെ, ജ്യേഷ്ഠം ബ്രഹ്മ ഉപാസത്തെ. ആരാണ് ഉപാസിക്കുന്നത്? ദേവന്മാർ ഉപാസിക്കുന്നു, ഈ ഹിരണ്യഗർഭനെ ഉപാസിക്കുന്നു.
പുരാണാദികളിൽ ബ്രഹ്മാവ് എന്ന് പറയപ്പെടുന്ന ആ തത്വമാണ് ഉപനിഷത്തുക്കളെല്ലാം ഹിരണ്യഗർഭൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സർവേ ദേവാഹ വിജ്ഞാനം ജ്യേഷ്ഠം ബ്രഹ്മ ഉപാസത്തെ. ഇന്ദ്രാദി ദേവന്മാരെല്ലാവരും തന്നെ ഈ വിജ്ഞാനമയ സ്വരൂപത്തെ ഹിരണ്യഗർഭനായി ഉപാസിക്കുന്നു. അപ്പോ നാമും സാധകന്മാരും ഈ വിജ്ഞാനമയ കോശത്തെ ഹിരണ്യഗർഭനായി കരുതിക്കൊണ്ട് ഉപാസിക്കുന്നു എന്നർത്ഥം. മാത്രമല്ല യാഗാദികൾ അനുഷ്ഠിക്കുന്ന യാഗാദികൾ മാത്രമല്ല, മറ്റു സകലവിധ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നവരെല്ലാം വാസ്തവത്തിൽ ഈ വിജ്ഞാനമയ ദേവനെയാണ് പൂജിക്കുന്നതും ഉപാസിക്കുന്നതും. വിജ്ഞാനം ബ്രഹ്മവേദചേത്. ഏതൊരു ഉപാസകനാണോ ഈ വിജ്ഞാനത്തെ ബ്രഹ്മമായി അറിയുന്നത്, തസ്മാച്ചേന്ന പ്രമാദ്യതി, ആ ബ്രഹ്മത്തിൽ നിന്നും അയാൾ വ്യതിരിക്തനായി മാറുന്നില്ല, ദൂരെ പോകുന്നില്ല എന്നർത്ഥം. ആ ബ്രഹ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ നിൽക്കുന്നു. ആരാ? ഈ വിജ്ഞാനമയത്തെ ബ്രഹ്മമായി ഉപാസിക്കുന്നവൻ. ആദ്യം അന്നമയത്തെ ബ്രഹ്മമായി ഉപാസിക്കാൻ ഉപദേശിച്ചു, പിന്നെ പ്രാണമയം, പിന്നെ മനോമയം, പിന്നെ വിജ്ഞാനമയം, ഇനിയിപ്പോ ആനന്ദമയ പറയുകയാണ്. ആനന്ദമയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പറയുന്നു, ഈ വിജ്ഞാനമയ കോശത്തെ, വിജ്ഞാനമയ കോശസ്വരൂപമായി ആത്മാവിനെ ഉപാസിക്കുന്ന ആ ഉപാസകൻ തസ്മാത് ചെന്ന പ്രമാദ്യതി, ബ്രഹ്മമായി ഉപാസിക്കുമ്പോൾ ആ വ്യക്തി, ആ സാധകൻ ഒരിക്കലും ഈ വിജ്ഞാനമയ കോശത്തെ ബ്രഹ്മമായി അറിഞ്ഞുകൊണ്ട് ഉപാസിക്കുന്നവൻ, ശ്രദ്ധയോടുകൂടി ഉപാസിക്കുന്നവൻ, തസ്മാത് ചേന്ന പ്രമാദ്യതി, ആ ബ്രഹ്മത്തിൽ നിന്നും വ്യതിചലിക്കുന്നില്ല എന്നർത്ഥം. ആ ഉപാസനയുടെ ഫലം അതാണ്. ശരീരേ പാപ്മനോ ഹിത്വാ, ശരീരേ പാത്മനഃ, ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ പാപങ്ങളെയും ശരീരത്തിൽ തന്നെ ഹിത്വാ, ഉപേക്ഷിച്ചിട്ട് എന്നർത്ഥം. സർവാൻ കാമാൻ സമശ്നുത ഇതി, എല്ലാവിധ കാമനകളെയും എല്ലാവിധ ആഗ്രഹങ്ങളെയും സമശ്നുതേ, വിജ്ഞാനമയമായ ആത്മസ്വരൂപമായി തന്നെ പ്രാപിക്കുന്നു എന്നർത്ഥം. വളരെ ശ്രദ്ധയോടുകൂടി നാം ഈ ഭാഗങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ ആ ബ്രഹ്മത്തിൽ നിന്നും തെറ്റാതിരിക്കുന്ന ആണെങ്കിൽ, ബ്രഹ്മത്തിൽ നിന്നും തെറ്റാതിരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം തെറ്റാതിരിക്കുന്നു, ബ്രഹ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ നിൽക്കുന്നു. ശരീരേ പാപ്മനോ ഹിത്വാ, പാപങ്ങളെയെല്ലാം തന്നെ ശരീരത്തിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് സർവാൻ കാമാൻ സമശ്നുതേ, എല്ലാവിധ ആഗ്രഹങ്ങളും ആ വ്യക്തി, ആ സാധകൻ അനുഭവിക്കുന്നു. ഇനി അടുത്തത്, അടുത്തത് യഹ് പൂർവസ്യ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ യേശ വിജ്ഞാനമയ, യേശയവ, ഇത് തന്നെ, തസ്യ പൂർവസ്യ, അതിന് മുമ്പിലെത്തേതിന്, അതിന് തൊട്ടു ഉള്ളിലായിട്ട് എന്നർത്ഥം. ആരാ? ശാരീര ആത്മാ, മനോമയമായ ശരീരത്തിൽ ഉണ്ടായ ആത്മാവാകുന്നു അവൻ. തസ്മാദ്വായേ തസ്മാത് വിജ്ഞാനമയാത്, അതുപോലെ ഈ വിജ്ഞാനമയമായ ആത്മാസ്വരൂപത്തിൽ അന്യഃ, അതിൽ നിന്നും വ്യത്യസ്തനായി, എന്നാൽ അതിൻ്റെ ഉള്ളിൽ അന്തരാത്മാ, വിജ്ഞാനമയ കോശത്തിൽ തന്നെ ഉള്ളിലുള്ളതുമായ ആനന്ദമയ, ആ ആത്മാവിനെ ആനന്ദമയൻ എന്ന് പറയും. അപ്പോ ഈ കോശങ്ങൾ ഒന്ന് ബന്ധപ്പെട്ടുകൊണ്ടും അതേസമയം വ്യത്യസ്തമായും ഒന്നിൻ്റെ ഉള്ളിൽ ഒരു പെട്ടിക്കകത്തൊരു പെട്ടി എന്ന പോലെ
ഈ ചൈനീസ് ബോക്സ് എന്ന് പറയാറുണ്ട്, പണ്ട് കാലത്ത് കുട്ടികൾക്ക് കളിക്കാൻ കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു വലിയ പെട്ടി, അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പെട്ടി, അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പെട്ടി, അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പെട്ടി, അതിലൊരു ചോക്ലേറ്റ്. ഇങ്ങനെ ഈ പുറത്തേക്കുള്ളതെല്ലാം സ്ഥൂലവും ഉള്ളിലേക്കുള്ളതെല്ലാം സൂക്ഷ്മമാണെന്നും മനസ്സിലാക്കണം. തസ്മാത് വായേ തസ്മാത് വിജ്ഞാനമയാത് അന്യോന്തര ആത്മാ ആനന്ദമയ. അപ്പോ ഈ നേരത്തെ ഇപ്പോൾ പറഞ്ഞ വിശേഷണങ്ങളോട് കൂടിയതായ വിജ്ഞാനമയാത്, വിജ്ഞാനമയ കോശത്തിലും അന്യഹ, മറ്റൊന്ന്, അതിൽ നിന്നും ഭിന്നമായത് എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ളതും ആയ ആത്മാവാണ്. വിജ്ഞാനമയ കോശത്തിൻ്റെയും ഉള്ളിൽ ഉള്ള ഒരു കോശമാണ്. ആ കോശസ്ഥിതനായ ആത്മാവാണ് ആനന്ദമയ, ആനന്ദമയമായ എന്ന്. മയത്ത് പ്രത്യേകം വികാരാർത്ഥത്തിലാണ്. ഈ ആനന്ദമയ കോശം തേന ഏഷ പൂർണ്ണ, ഈ ആനന്ദമയ കോശം കൊണ്ട് പൂർണ്ണമായതാണ്. ഉള്ളിലത്തെ ഭാഗത്തെയാണ് പൂരണം എന്ന് നാം പറയുന്നത്. ചില മധുര പദാർത്ഥങ്ങൾ, മധുരം ഉള്ളിൽ വെച്ചിട്ട് പുറമെ മറ്റു ചില ഗോതമ്പ് അല്ലെങ്കിൽ മൈദ പോലുള്ള പദാർത്ഥങ്ങൾ കൊണ്ട് അതിനെ കവർ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അകത്തുള്ള വസ്തുവിനെ പൂരണം എന്ന് പറയാറുണ്ട്. അങ്ങനെ തേന ഏഷ പൂർണ്ണ, ഈ ആനന്ദമയ ആത്മാവിനാൽ പൂരണം ചെയ്യപ്പെടുന്നതാണ് വിജ്ഞാനമയ കോശം. സവാ ഏഷ പുരുഷവിധ ഏവാം, ഈ ആനന്ദമയ കോശനും നേരത്തെ പറഞ്ഞതായ പുരുഷാകാരത്തിലാണ് കാണപ്പെടുന്നത്, പുരുഷ സ്വഭാവത്തിലാണ് പറയപ്പെടുന്നത്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മനുഷ്യൻ എന്നുള്ള അർത്ഥം സ്വീകരിച്ചാൽ മതി. ഇനി പുരുഷൻ അപ്പൊ സ്ത്രീയെ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ചോദ്യം ഉണ്ടാകരുത്. തസ്യ പുരുഷവിധതാം, ഈ ആനന്ദമയ സ്വരൂപനും ആനന്ദമയ കോശത്തിനും നേരത്തെ പറഞ്ഞതുപോലെയുള്ള പുരുഷാകാരം ഇവിടെ വർണ്ണിക്കപ്പെടുന്നു. തസ്യ പുരുഷവിധതാം, പുരുഷത്വം എങ്ങനെ? കയ്യ്, ശിരസ്, കൈകള്, കാല് മുതലായവയെല്ലാം ഉണ്ടെന്നർത്ഥം. തസ്യ പുരുഷവിധതാം, പുരുഷവിധ അന്വയം, നമ്മളും അത് കണക്ക്, അന്വയം പുരുഷവിധ. അപ്പൊ പുരുഷ സ്വഭാവം, പുരുഷത്വം ഉള്ളതായ ഈ ആനന്ദമയ കോശനും അന്വയം, എന്താ അന്വയിക്കുന്നത്? ശിരസ്, കരം, പുച്ഛം മുതലായവ ഉണ്ടെന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. അതും അന്വയിക്കുന്നു. മുൻപ് പറഞ്ഞ 4 കോശത്തിനുമുള്ളതായ സ്വഭാവങ്ങളാണ് ശിരസ്, കൈകൾ, പുച്ഛം അഥവാ വാല് എന്നുള്ളത്. അതും ഇതിനുണ്ടെന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. തസ്യ പ്രിയമേവ ശിരഹ, അതിന് ശിരസ് എന്ന് പറയുന്നത് എന്താ എന്ന് ചോദിച്ചാൽ പ്രിയമേവ ശിരഹ, അതിന് ശിരസ് എന്താന്ന് ചോദിച്ചാൽ പ്രിയമേവ ശിരഹ, പ്രിയം എന്നുള്ളതാണ് ശിരസ്സായിട്ട് വരുന്നത്. ഇനി അടുത്തതോ മോദോ ദക്ഷിണപക്ഷ, മോദം ദക്ഷിണപക്ഷം. പ്രിയം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു വസ്തുവിനെ കാണുമ്പോൾ ഉണ്ടാകുന്നതായ ഒരു സന്തോഷം, അതിനെയാണ് പ്രിയം എന്ന് പറയുന്നത്. അതിന് ശിരസ് എന്ന് പറയാം. അതിന് ശിരസ്സായിട്ട് ആനന്ദമയ കോശത്തിന്റെ ശിരസ്, ആനന്ദമയ കോശസ്ഥിതനായ ആത്മാവിന്റെ ശിരസ്സായിട്ട് സങ്കല്പിക്കാം. ഇനി മോദോ ദക്ഷിണപക്ഷ, മോദം, മോദം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ഒരു വസ്തുവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് പ്രിയം. ആ വസ്തു നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷമാണ് മോദം, മോദഃ ദക്ഷിണപക്ഷ. അപ്പോ ഇഷ്ടവസ്തു പ്രാപ്തി, ഇഷ്ടവസ്തു ദർശനം
പ്രിയമെന്നും ഇഷ്ടവസ്തു പ്രാപ്തി മോദമെന്നും. ശിരഹ മോദഹ, ഇഷ്ടവസ്തു കിട്ടുമ്പോൾ, അത് ലഭിക്കുമ്പോൾ, കരഗതമാകുമ്പോഴുള്ള സന്തോഷത്തെ മോദം എന്ന് പറയും. പ്രമോദ ഉത്തര പക്ഷ. പ്രമോദം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഇഷ്ടവസ്തുവിന്റെ അനുഭവം, ആ അനുഭവം കിട്ടുന്നതിനെ, ആ അനുഭവത്തെയാണ് ഇവിടെ ഉത്തര പക്ഷ, ഇടത്തെ കൈ എന്ന് പറയുന്നത്. അതേതാ? പ്രമോദം. അപ്പോ ഇഷ്ടവസ്തു ദർശനം, ഇഷ്ടവസ്തു പ്രാപ്തി, ഇഷ്ടവസ്തു അനുഭവം, ഇവ മൂന്നും ക്രമേണ പ്രിയം, മോദം, പ്രമോദം എന്നറിയപ്പെടുന്നു. ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്. തസ്യ ആനന്ദമയസ്യ ആത്മനഃ ഇഷ്ടപുത്രാദി ദർശനജം പ്രിയം ഇവ ശിരഃ പ്രാധാന്യാത്. ഇഷ്ടവസ്തു ഏതൊക്കെയാ? നമ്മുടെ പുത്രനെ കാണുന്നത്, പുത്രനെ കാണുന്നത്, ഇഷ്ടപുത്രാദികളെ കാണുന്നത് കൊണ്ടുള്ള പ്രിയം, അതിനെ ശിരസ് പോലെ പ്രാധാന്യമുള്ളതായിട്ട് കണക്കാക്കുന്നത് കൊണ്ട് അതിന് ശിരസ് ആയിട്ട് പറയുന്നു. ഇനി മോദ ഇതി പ്രിയലാഭനിമിത്തോ ഹർഷ. ആചാര്യസ്വാമികളുടെ ഭാഷ്യം. മോദ ഇതി പ്രിയലാഭനിമിത്തോ ഹർഷ. ആ ഇഷ്ടവസ്തുവിന്റെ നമുക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷത്തെ മോദം എന്ന് പറയും. പ്രാധാന്യാത്ത് സയേവ പ്രകൃഷ്ടോ ഹർഷ പ്രമോദ. അത് തന്നെ കുറച്ചുകൂടി കൂടുമ്പോൾ അത് പ്രമോദമാകുന്നു. ആനന്ദം ഇതി സുഖസാമാന്യം ആത്മാ പ്രിയാദീനാം സുഖാവയവാനാം തേഷു അനുസ്യൂതത്വാത്. അതായത് ഈ പ്രിയാദികളായ സുഖാവയവങ്ങളുടെ ആത്മാവ് അതിൽ അനുസ്യൂതമായിരിക്കുന്നത് കൊണ്ട് ഇതിനെല്ലാം ആനന്ദം എന്ന് പൊതുവെ പറയുന്നു. അതുകൊണ്ടാണ് അതിനെ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ. ആത്മാവ് ആനന്ദനാണ്, ആനന്ദമയനാണ്. മയട്ടെന്നുള്ള വികാരമുള്ളത് കൊണ്ട് അത് ആത്മാവല്ല, യഥാർത്ഥ ആത്മാവല്ല, ആനന്ദമയനാണത്. യഥാർത്ഥ ആത്മാവ് ആനന്ദം മാത്രം. അങ്ങനെ പ്രിയമേവ ശിരഃ, മോദോ ദക്ഷിണ പക്ഷ, പ്രമോദ ഉത്തര പക്ഷ, ആനന്ദ ആത്മാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ. ഇതിനെല്ലാം പ്രതിഷ്ഠയായിട്ടുള്ളത്, ആധാരമായിട്ടുള്ളത്, അതിനെയാണ് പുച്ഛം എന്ന് പറയുന്നത്. ആധാരം എന്ന അർത്ഥത്തിലാണ്. അത് ബ്രഹ്മമാകുന്നു. തപ്തത്യേഷ ശ്ലോകോ ഭവതി എന്ന് അവിജ്ഞാനം യജ്ഞം തനുതേ എന്നുള്ള ശ്ലോകം വീണ്ടും ഇവിടെ പറയുന്നു. അപ്പോ ഈ ഒരു ചർച്ച അവസാനിക്കുമ്പോൾ ആചാര്യസ്വാമികൾ പറയുന്നത് ഇവയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഇതുവരെ കിട്ടുന്ന, ഇതുവരെ പ്രതിപാദിച്ചതെല്ലാം തന്നെ ക്ഷണികമാണ്. ക്ഷണികത്വം. തസ്മാത് സുഖസ്യ ക്ഷണികത്വം. എന്തുകൊണ്ട്? കർമ്മ എന്ന് പറയുന്നത്, കർമ്മങ്ങൾ എന്ന് പറയുന്നത്, ഉപാസനകൾ എന്ന് പറയുന്നതെല്ലാം ക്ഷണികമായ സന്തോഷത്തെ, ആനന്ദത്തെ തരുന്നത് കൊണ്ട് അവയും ക്ഷണികമാണ്. യത് അന്തഃകരണം തപസ തമോഘ്നേന വിദ്യയാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ ച നിർമ്മലത്വം ആപദ്യത്തെ യാവത് താവത് വിവിക്തേ പ്രസന്നേ അന്തഃകരണേ ആനന്ദ വിശേഷ ഉത്കൃഷ്യത്തെ വിപുലീഭവതി. ഇപ്പോ ശുഭകർമ്മത്താൽ ഉണ്ടാകുന്നതും പുത്രമിത്രാദി വിഷയങ്ങളെ ഉപാധിയോട് കൂടിയതും തമസ്സുകൊണ്ടുള്ള ആവരണമില്ലാതെ തെളിഞ്ഞിരിക്കുന്നതുമായ അന്തഃകരണ വിശേഷം. ആ സമയത്ത് നമുക്ക് സന്തോഷം തോന്നുമ്പോൾ തമസ്സില്ല, ഇവിടെ തമോമയമായ ആവരണമില്ല അന്തഃകരണത്തിൽ. അങ്ങനെയുള്ള അന്തഃകരണ വൃത്തിയിൽ, മനസ്സിൽ അതിന് കാരണമായ കർമ്മം അനിത്യമായതുകൊണ്ട് ആ സുഖവും ക്ഷണികമാണ്. പുത്രമിത്രാദികൾ കൊണ്ടുണ്ടാകുന്ന സുഖം, ഭോഗ്യ വസ്തുക്കൾ അനുഭവിക്കുന്നതിനുള്ള സുഖം, ഇവയെല്ലാം ക്ഷണികമാണെന്ന് നമുക്കറിയാം. അങ്ങനെ തമസ്സിനെ നീക്കുന്നത് തപസ്സുകൊണ്ടും വിദ്യ കൊണ്ടും ബ്രഹ്മചര്യം കൊണ്ടും ശ്രദ്ധ കൊണ്ടുമാണ് എന്ന് ആചാര്യസ്വാമികൾ
അടിവരയിട്ട് പറയുന്നു അവിടെ. എങ്ങനെയാ? തദ്യത് അന്തഃകരണം തപസ തമോഘ്നേന വിദ്യയാ ബ്രഹ്മചര്യേണ. തപസ് തമസ്സിനെ ഇല്ലാതാക്കുന്ന വിദ്യ കൊണ്ടും ബ്രഹ്മചര്യം കൊണ്ടും ശ്രദ്ധ കൊണ്ടും നിർമ്മലത്വം ആപദ്യത്തെ യാവത്ത്. നിർമ്മലമായി തീരുമ്പോൾ തമസ്സിനെ നീക്കുന്നവയാണ് ഇവയെല്ലാം. തപസ്, വിദ്യ, ബ്രഹ്മചര്യം, ശ്രദ്ധ. അങ്ങനെ എത്രയ്ക്കെത്ര അവ നിർമ്മലമായി തീരുന്നുവോ അത്രയ്ക്കത്രയ്ക്ക് ശുദ്ധവും പ്രസന്നവുമായ അന്തഃകരണത്തിൽ ആനന്ദവിശേഷം ഉത്കൃഷ്ടവും ഉത്കൃഷ്യത്തെ വിപുലീഭവതി, വിപുലമായും തീരുന്നു. അപ്പൊ ആനന്ദമയ കോശവും ഇല്ലാതാകുന്നു, അതും മാറ്റപ്പെടുന്നു. ആ സന്ദർഭത്തിലാണ് യഥാർത്ഥ ആനന്ദം, ആത്മസ്വരൂപം അഭിവ്യക്തമാകുന്നത്. രസോ വൈ സഹ രസം ഹ്യേവ അയം ലബ്ധ്വാ ആനന്ദീ ഭവതി ഏഷ ഹി ഏവ ആനന്ദയാതി എന്നൊക്കെ ഇനി വരുന്ന ഉപനിഷത്ത് ഭാഗങ്ങളിൽ പറയപ്പെടുന്നു. രസോ വൈ സഹ രസം ഹ്യേവ അയം ലബ്ധ്വാ ആനന്ദീ ഭവതി. യഥാർത്ഥ ആനന്ദം അപ്പോഴാണ് വരുന്നത്. ഏതസ്യൈവ ആനന്ദസ്യ അന്യാനി ഭൂതാനി മാത്രാമുപജീവന്തി. ആനന്ദസ്വരൂപം, ബ്രഹ്മസ്വരൂപം, അതിൻ്റെ അണു, ഒരു തരി, ഒരു അണു മാത്രമാണ് ബാക്കിയുള്ള ആനന്ദങ്ങളെല്ലാം തന്നെ എന്ന് ഇങ്ങനെ ശ്രുതികൾ ധാരാളമുണ്ട്. ഏതസ്യൈവ ആനന്ദസ്യ അന്യാനി ഭൂതാനി മാത്രാമുപജീവന്തി എന്ന് ബൃഹദാരണ്യക ഉപനിഷത്തിലും പറയുന്നു. ഏവം ച കാമ ഉപശമോത്കർഷാപേക്ഷയ ശതഗുണോത്തരോത്തരോത്കർഷ ആനന്ദസ്യ വക്ഷത്തെ. അപ്പൊ കാമോപശമം, നമുക്കിപ്പോ ഒരു ഇഷ്ടപ്പെട്ട വസ്തു ലഭിച്ചു കഴിഞ്ഞാൽ അത് നാം അനുഭവിച്ചു കഴിയുമ്പോൾ കാമം ഉപശമിക്കുന്നു, ഇല്ലാതാകുന്നു. അപ്പോ അതിൻ്റെ ഉത്കർഷം നാം അനുഭവിക്കുന്നു. ഒരു ബ്രഹ്മ ആനന്ദത്തിന്റെ, പരമമായ ആനന്ദത്തിന്റെ ഒരു അണു മാത്രമാണത്. അതിൻ്റെ ഉത്കർഷത്തെ അനുസരിച്ച് മേൽക്കുമേൽ ശതഗുണമായ ഉത്കർഷം, അത് പിന്നീട് പറയുന്നുണ്ട്. ഒരു ആനന്ദ മീമാംസ എന്ന് തന്നെ ഇവിടെ ഈ ഉപനിഷത്തിന്റെ അവസാന ഭാഗത്തിൽ സൂചിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ ഏവം കാമോപശമോത്കർഷാപേക്ഷയ ശതഗുണോത്തര ഉത്തരോത്കർഷ ആനന്ദസ്യ വക്ഷ്യത്തെ എന്ന്. ഇത് ഈ 5-ാമത്തെ അനുവാദത്തിന്റെ ഭാഷ്യമാണ്. ഇപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ നിന്ന് എന്താ കിട്ടുന്നത്? ആചാര്യസ്വാമികൾ തന്നെ അത് മനസ്സിലാക്കി തരുന്നു. അപ്പൊ പരമാർത്ഥമായ വിജ്ഞാനത്തെ അനുസരിച്ച് ഉത്കർഷത്തെ പ്രാപിക്കുന്ന ആനന്ദമയമായ ആത്മാവ് പരമായും സത്യജ്ഞാന അനന്തലക്ഷണമായും ഉള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം. ആ ബ്രഹ്മത്തെ അറിയുന്നതിന് വേണ്ടിയാണ് അന്നമയം തുടങ്ങിയ 5 കോശങ്ങളും ഇവിടെ ഉപന്യസിക്കപ്പെടുന്നത്. 5 പഞ്ചകോശങ്ങളും. അതിൽ ഏതാണോ അവയ്ക്കുള്ളിൽ ഇരിക്കുന്നത്, ഏതിനെ കൊണ്ടാണോ അവയെല്ലാം ആത്മാവുമായിട്ടുള്ളത്, അതിനെല്ലാം ബ്രഹ്മമാണ് പുച്ഛമായിട്ടുള്ളത്, ആധാരമായിട്ടുള്ളത്. അപ്പോ ഈ ദ്വൈതം എന്ന് പറയുന്നത്, നമ്മുടെ അനുഭവം മുഴുവനും ദ്വൈതമാണല്ലോ. അങ്ങനെ കൽപ്പിതമായ ദ്വൈതം. എന്തുകൊണ്ടാണ് ഈ ദ്വൈതം നമുക്ക് കൽപ്പിതമാകുന്നത്? അവിദ്യാപരികൽപ്പിതം. അവിദ്യാപരികൽപ്പിതമായ ദ്വൈതം. നമ്മുടെ അവിദ്യ കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, അജ്ഞാനം കൊണ്ടാണ് ഈ ദ്വൈതഭാനം, ദ്വൈത ദർശനം കാണുന്നത്. അതിന് ഏറ്റവും അവസാനമായിട്ടുള്ളത് അദ്വൈതമാണ് എന്ന് കിട്ടുന്നു. തദ് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ തദേവ ച സർവസ്യ അവിദ്യാപരികൽപ്പിതസ്യ ദ്വൈതസ്യ അവസാനഭൂതം അദ്വൈതം ബ്രഹ്മപ്രതിഷ്ഠ ആനന്ദമയസ്യ ഏകത്വാവസാനത്വാത് അസ്തി. തദേകം അവിദ്യാകൽപ്പിതസ്യ ദ്വൈതസ്യ അവസാനഭൂതം അദ്വൈതം ബ്രഹ്മ പ്രതിഷ്ഠാ പുച്ഛം ഏതസ്മിന്നപ്യർത്ഥേ ഏഷ ശ്ലോകോ ഭവതി. എല്ലാ ദ്വൈതത്തിന്റെയും അവസാനമായിട്ടുള്ള ദ്വൈതഭാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ തോന്നും, ഭേദം, സകലവിധ ഭേദത്തിന്റെയും അറുതി വരുത്തുന്നതാണ് അദ്വൈതം. എല്ലാ തരത്തിലുമുള്ള നാനാത്വവും
ഇല്ലാതാകുന്നു, ആടെ തുടച്ചു നീക്കപ്പെടുന്നു. ആ സന്ദർഭത്തിൽ ആ ആനന്ദമയന് പ്രതിഷ്ഠയായിട്ടുള്ളത് ഉള്ള ബ്രഹ്മം, ആ ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നതിൽ താല്പര്യമുള്ള ഒരു ശ്ലോകമുണ്ട്. അസന്നേവ സഭവതി. ഇവിടെ ഒരു ചർച്ച ആരംഭിക്കുകയാണ്. വളരെ രസകരമായ ഒരു ചർച്ചയാണ്. അസന്നേവ സഭവതി അസത് ബ്രഹ്മേതി വേദ ചേത് അസ്തി ബ്രഹ്മേതി ചേദ്വേത സന്തമേനം തദോ വിദുരുതി തസ്യേഷയേവ ശാരീര ആത്മാ യഃ പൂർവസ്യ അഥാതോ അനുപ്രശ്നാഃ. വാസ്തവത്തിൽ ഇവിടെ രസകരമായ ഒരു ചർച്ചയാണ് ഇവിടെ ആചാര്യസ്വാമികൾ ആരംഭിച്ചു വയ്ക്കുന്ന. ആചാര്യസ്വാമികൾ അതായത് ഉപനിഷത്തിന് ആധാരമാക്കിക്കൊണ്ട് ഉപനിഷത്തിൽ അന്തർഗതമായിട്ടുള്ള തത്വങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ആചാര്യസ്വാമികൾ ഇവിടെ ഒരു ചർച്ച ആരംഭിക്കുന്നു. ആ ചർച്ചയ്ക്ക് കാരണമിടുന്നത് ഉപനിഷത്താണ്, ഉപനിഷത്ത് വാക്യങ്ങൾ തന്നെയാണ്. അസന്നേവ സഭവതി അസത് ബ്രഹ്മേതി വേദ ചേത് അസ്തി ബ്രഹ്മേതി ചേദ്വേത സന്തമേനം തദോ വിദുരുതി. അതായത് ചിലര് പറയുന്നു ബ്രഹ്മമില്ല എന്ന്, ചിലര് പറയുന്നു ബ്രഹ്മമുണ്ട് എന്ന്. ബ്രഹ്മ അസത്ത്, അസത്താകുന്നു, ഇല്ലാത്തതാണ് ബ്രഹ്മം എന്ന്. ഇപ്പോൾ നാം കാണുന്നുണ്ടല്ലോ ഈശ്വര നിഷേധികൾ, ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന കൂട്ടർ. അക്കാലത്തും ഉപനിഷത്ത് കാലത്തും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് ചർച്ചകളിലൂടെ പരസ്പരം ചർച്ചകളും അതിനെ തുടർന്ന് ലഭിക്കുന്നതായ ആ ഉത്തരങ്ങളിൽ അവയുടെ ആകത്തുകയായിട്ടുള്ള ഒരു സത്യം പരസ്പരം ചർച്ചകളിലൂടെയും മനനത്തിലൂടെയും ആണ് നമ്മുടെ ഈ സിദ്ധാന്തങ്ങളെല്ലാം തന്നെ പ്രതിഷ്ഠ നേടിയിട്ടുള്ളത്. ഒരാളുടെ വെളിപാടിൽ നിന്നും ഉണ്ടാകുന്നതല്ല നമ്മുടെ സനാതനധർമ്മം എന്ന് പറയുന്നത്. ഒരാൾ വന്ന് പറയുന്നു ഇന്നതാണ്, എനിക്കിങ്ങനെ ഒരു വെളിപാടുണ്ടായി, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന രീതിയിലുള്ള ഒരു ദൈവദൂതന്റെ വാക്കുകളായിട്ട് വന്നതല്ല. ഇത് അനേകം മഹർഷിമാർ അവർ തപസ് ചെയ്ത് മനനം ചെയ്ത് ആ മനനത്തിന്റെ ഫലമായി അവർക്ക് കിട്ടിയതായ ദർശനം, ആ ദർശനത്തിലൂടെ അവർ പരസ്പരം ചർച്ചകളിലൂടെയും ആ ചർച്ചകളിലൂടെ അതിനെ ഒരു ആ സത്യം എന്ന് പറയുന്ന ആ വസ്തുതയെ പല പ്രകാരത്തിലും വർണ്ണിച്ചുകൊണ്ട്, ഒരു രീതിയിലല്ല പല പ്രകാരത്തിലും ആ സത്യത്തെ വർണ്ണിച്ചുകൊണ്ട് അവർ വ്യക്തമാക്കി തന്ന അദ്വൈത സിദ്ധാന്തങ്ങളാണ് ഉപനിഷത്തുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അസന്നേവ സഭവതി. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ചർച്ചകൾ ഉണ്ടായിരുന്നു, ബ്രഹ്മം അസത്താകുന്നു എന്ന്. ഇന്ന് വേദചേത് അറിയുന്നുണ്ടെങ്കിൽ സഹ അവൻ അസന്നേവ, അവൻ അസത്തായിട്ട് തന്നെ ഭവിക്കുന്നു, ഇല്ലാത്തതാണെന്ന് അവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ബ്രഹ്മ അസ്തി ഇതി വേദചേത്, ബ്രഹ്മമുണ്ടെന്ന് അറിയുന്നു എങ്കിൽ തതഃ അവനെ ഏനം സന്തം സത്തെന്ന് വിദുഹു സാധുക്കൾ അറിയുന്നു. ശ്രദ്ധിക്കുക, അസത് ബ്രഹ്മ എന്ന് പറയുന്നവനെ അസത്തെന്നും സത് ബ്രഹ്മ എന്ന് പറയുന്നവനെ സത്ത് എന്നും സാധുക്കൾ പറയുന്നു. അപ്പൊ ഒരു നിർണയം കിട്ടിക്കഴിഞ്ഞു. ആരാണ് അസത്ത്, ആരാണ് സത്ത്? അസത്ത് എന്ന് പറയുമ്പോൾ തന്നെ നിഷേധിക്കുമെന്നവനാണ് അസത്ത്. അസത്ത് എന്ന് പറയുമ്പോ ബ്രഹ്മമില്ല എന്ന് പറയുന്നവൻ തൻ്റെ അസ്തിത്വത്തെ കൂടി നിഷേധിക്കുന്നു. അതുകൊണ്ട് അവൻ അസത്ത്, അവനില്ല, അവനെ സംബന്ധിച്ച് അവൻ തന്നെ ഇല്ല. അതുകൊണ്ടാണ് അവൻ അസത്ത്, അസത്ത് എന്ന് നമ്മുടെ ഭാഷയിൽ. ഇനി ബ്രഹ്മസത്ത് എന്ന് പറയുന്നവനാകട്ടെ തന്നെ അറിയുന്നു, തന്നെ അറിയുന്നവൻ, താൻ സത്താണെന്ന് മനസ്സിലാക്കുന്നവൻ, അവനെ സത്ത് എന്ന് വിദ്വാൻമാർ പറയുന്നു. സാധുക്കൾ അങ്ങനെ അറിയുന്നു. തസ്യ പൂർവസ്യ,
ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ വരികൾ ശ്രദ്ധിക്കുക. അസന്നേവ സ്വഭവതി അസത് ബ്രഹ്മേതി വേദ ചേത് അസ്തി ബ്രഹ്മേതി ചേത് വേദ സന്തമേനം തതോ വിദുരിതി. ഇതൊരു പ്രൊപ്പസിഷൻ. ഇത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. തന്നെ തന്നെ നിഷേധിക്കുന്നവനാണ് ബ്രഹ്മമില്ലെന്ന് പറയുന്നത്. കാരണം അഹം ബ്രഹ്മാസ്മി എന്നാണല്ലോ. തന്നെ തന്നെ നിഷേധിക്കുന്നവനാണ് വാസ്തവത്തിൽ ബ്രഹ്മത്തെ ഇല്ല എന്ന് പറയുന്നവൻ എന്ന് നമുക്ക് തിരിച്ചും പറയാം. ബ്രഹ്മമില്ല എന്ന് പറയുന്നവൻ തന്നെ തന്നെ നിഷേധിക്കുന്നു. സന്തമേനം തതോ വിദുരുതി. ആരാ? അസ്തി ബ്രഹ്മേതി ചേദ്വേദ. ബ്രഹ്മ അസ്തി, ബ്രഹ്മമുണ്ട് എന്ന് പറയുന്നവൻ തന്നെ തന്നെ അറിയുന്നു, തന്നിൽ തന്നെ അറിയുന്നു എന്ന് മനസ്സിലാക്കണം. താൻ തന്നെ ആത്മാവാണ്, ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി എന്ന് മനസ്സിലാക്കുന്നു. തസ്യേഷ ഏവ ശാരീര ആത്മായ പൂർവസ്യ. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, വിജ്ഞാനമയന് ഉള്ളിലുള്ളവനായ ആനന്ദമയൻ എന്ന് പറഞ്ഞല്ലോ. അത് തന്നെയാണ് വിജ്ഞാനമയ ശരീരത്തിലുള്ള ആത്മാവ്. അതുകൊണ്ട് ഇങ്ങനെ ഉള്ള സന്ദർഭത്തിൽ അഥാതോ അനുപ്രശ്നാഹ, ഇവിടെ അനുപ്രശ്നങ്ങൾ, അതായത് ആചാര്യൻ ഇവിടെ പറഞ്ഞതിനെ കുറിച്ച്, ഉപദേശിച്ചതിനെ കുറിച്ചുള്ള തുടർന്നു വരുന്നതായ ശിഷ്യന്റെ, ശ്രോതാവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അഥാതോ അനുപ്രശ്നാഹ, ഇതിനെ തുടർന്നു വരുന്ന ചില ഇതുമായി സംബന്ധമുള്ളതായ ചില പ്രശ്നങ്ങൾ, ചോദ്യങ്ങൾ, സംശയങ്ങൾ ഇവിടെ. അഥാതോ അനുപ്രശ്നാഹ ഉത അവിദ്വാനമും ലോകം പ്രേത്യ കശ്ചന ഗച്ഛതി. ആഹോ വിദ്വാൻ അമും ലോക പ്രേത്യ കശ്ചിത് സമശ്നുതേ സോ കാമയത. അപ്പൊ രണ്ട് ഇത് വന്നു. എങ്ങനെ എന്ന് ചോദിച്ചാൽ, അവിദ്വാൻ കശ്ചന, അവിദ്വാനായ ഒരുത്തൻ, അതായത് ബ്രഹ്മത്തെ അറിയാത്തവൻ, ബ്രഹ്മത്തെ നിഷേധിക്കുന്നവൻ എന്നിരിക്കട്ടെ, അവിദ്വാനായ ഒരുത്തൻ പ്രേത്യ, ഇവിടെ നിന്ന് മരിച്ചിട്ട്, ഇവിടെ നിന്ന് പോയിട്ട്, ഈ ലോകം വിട്ട്, ഇഹലോകം വെടിഞ്ഞ്, പ്രേത്യ മരിച്ചിട്ട്, അമും ലോകം മറ്റൊരു ലോകത്തിലേക്ക് പോകുന്നു. ആ പരമാത്മാവിനെ ഉദ്ഗച്ഛതി ഗമിക്കുന്നുവോ, ആ ലോകത്തെ പ്രാപിക്കുന്നുവോ? ഒരു ചോദ്യം. വിദ്വാൻ കശ്ചിത്ത്, ഇനി വിദ്വാനായ ഒരുത്തൻ പ്രേത്യ മരിച്ചിട്ട് അമും ലോകം പരമാത്മാവിനെ തന്നെ ഉദാഹോ സമശ്നുതേ പ്രാപിക്കുന്നുവോ? അപ്പൊ രണ്ടുപേരും ഒരേ സ്ഥലത്തേക്ക് എത്തുന്നുവോ എന്നാണ്. വിദ്വാൻ, അവിദ്വാൻ, ബ്രഹ്മ നാസ്തി ഇത് പറയുന്നവൻ, ആത്മാ നാസ്തി ഇത് പറയുന്നവൻ, അസത്തായ ഒരുവൻ മരിച്ചു കഴിഞ്ഞ് ആ വസ്തുവിനെ പ്രാപിക്കുന്നുവോ? അത വിദ്വാൻ അസ്തി ബ്രഹ്മ, ആത്മാ അസ്തി എന്ന് പറയുന്ന സത്തായ ഒരുവൻ ഈ സ്ഥാനത്തിൽ എത്തുന്നുവോ, പരമാത്മസ്ഥാനത്തിലേക്ക് എത്തുന്നുവോ എന്ന് സഹ ആ ഇതിനുള്ള ഒരു ഉത്തരം ഇപ്പോൾ പറയാൻ പോവുകയാണ്. സൃഷ്ടി എങ്ങനെയാണ് സംഭവിച്ചത്? ഇപ്പോൾ അസത്ത് സത്ത് എന്നൊക്കെയുള്ള ഒരു ഭേദമുണ്ടല്ലോ. ഇതിന് കാരണമായിട്ടുള്ളത് എന്താ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൃഷ്ടിയാണ്. ഈ സൃഷ്ടി നാനാത്വമാണ്. ഈ നാനാത്വം എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇവിടെയാണ് ഇതിന് ഈ സൃഷ്ടിയെക്കുറിച്ചുള്ള ആ രഹസ്യം ഇവിടെ ഉപനിഷത്ത് മനസ്സിലാക്കി തരുന്നത്. സോ അകാമയത, ചോദ്യം അവിടെ നിൽക്കുന്നു, ചോദ്യത്തിന് ഉത്തരം പിന്നീട് വരുന്നു. സോ അകാമയത, സഹ ആ ആത്മാവ്, അകാമയത ബഹുസ്യാം പ്രജായേതി സതപോതപ്യത സതപസ്തത്വാ ഇദം സർവമസൃജത യദിദം കിഞ്ച തത് സൃഷ്ട്വാ തദേവാനുപ്രാവിശത്. ഓക്കെ. സോ അകാമയത സഹ എന്ന പദം ആരാ? ആ ആത്മാവ്, ആ ബ്രഹ്മം അർത്ഥം. സഹ അവൻ. ഉപനിഷത്തുകളിലൊക്കെ ഈ വേദാന്ത
വേദാന്ത ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ തച്ഛബ്ദം കൊണ്ട് മനസ്സിലാക്കേണ്ടത് നിരുപാധികമായിട്ട് ഉപാധികളൊന്നുമില്ലാതെ തച്ഛബ്ദം കൊണ്ട് മനസ്സിലാക്കേണ്ടത് ആ ബ്രഹ്മത്തെയാണ്. അപ്പോ സോ അകാമയത, ആ ബ്രഹ്മം അകാമയത ഇങ്ങനെ ചിന്തിച്ചു. എന്താ എങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താ എന്ന് ചോദിച്ചാൽ, അഹം ബഹുസ്യാം, എന്താണ് കാമിച്ചത്, എന്താണ് ആഗ്രഹിച്ചത് എന്ന് ചോദിച്ചാൽ, അഹം ബഹുസ്യാം പ്രജായേയ, അഹം ബഹുസ്യാം, ഞാൻ പലതായി തീരണം. ശ്രദ്ധിക്കുക, ഏകമായ ഭേദരഹിതമായ ഘനീഭൂതമായ ആ വസ്തു ഇങ്ങനെ ചിന്തിച്ചു. ആ തത്വം, ആത്മതത്വം, വസ്തു എന്നൊന്നും പറയാൻ പാടില്ല, ആ ആത്മതത്വം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, കാമിക്കുകയാണ്. ബഹുസ്യാം, എനിക്ക് ഞാൻ പലതായി തീരണം. അഹം പ്രജായേയ, എനിക്ക് ജനിക്കണം എന്ന്. ഇതി അകാമയത, എന്ന് ആഗ്രഹിച്ചു, കാമിച്ചു എന്നർത്ഥം. സഹ, എന്നിട്ടോ തപസ്തപ്വാ, തപഃ അതപ്യത, സതപോ അതപ്യത, തപസ്സിനെ തപിച്ചു, തപസ് ചെയ്തു. എന്നിട്ടോ സ തപസ്തപ്വാ, തപസ് ചെയ്തിട്ട് യദിദം കിഞ്ച, യത്കിഞ്ച ഇദം, ഈ ജഗത്ത് എന്തെല്ലാമാണോ ഈ കാണുന്നതെല്ലാം സർവചരാചരങ്ങളുമായി, ഇതം സർവം, ഇതെല്ലാം അസൃജത, സൃഷ്ടിച്ചു. പലതരത്തിലാകണമെന്ന് ചിന്തിച്ചു, ആഗ്രഹിച്ചു. എന്നിട്ട് സ തപസ്തപ്വ, തപസ് ചെയ്തു. തപസ്സെന്ന് പറഞ്ഞാൽ നമ്മെ പോലെയുള്ള മറ്റു മഹർഷിമാരുടെ തപസ് പോലെ അല്ലത്. തപസ്സെന്ന് പറഞ്ഞാൽ ജ്ഞാനമയം, യസ്യ ജ്ഞാനമയം തപഃ, ശ്രദ്ധിക്കണം, ജ്ഞാനം തന്നെയാണ് തപസ്. ആ ആഗ്രഹത്തിൽ നിന്നും കാമത്തിൽ നിന്നും ഉണ്ടായ ഒരു ജ്ഞാനം, ആ ജ്ഞാനം തന്നെയാണ് ഇവിടെ എന്താ ക്രിയയായിട്ട് മാറുന്നത്. സതപസ്തപ്വ യത്കിഞ്ച ഇദം, ഇദം സർവം അസൃജത, ഇദം സർവം അസൃജത, യദിദം കിഞ്ച, യദിദം കിഞ്ച, യത്കിഞ്ച ഇദം, ഈ ജഗത്ത് എന്തെല്ലാമാണോ ആയിട്ട് കാണപ്പെടുന്നത്, പലതരത്തിൽ കാണപ്പെടുന്നു, ചരാചര വസ്തുക്കളായിട്ട് കാണപ്പെടുന്നു. പർവ്വതങ്ങളായും നദികളായും ഗ്രഹങ്ങളായും നക്ഷത്രങ്ങളായും സൗരയൂഥങ്ങളായും എല്ലാം കാണപ്പെടുന്നതായ മനുഷ്യനായും പക്ഷിയായും മൃഗങ്ങളായും ഏതെല്ലാം തരത്തിലുള്ള സൃഷ്ടിജാലമുണ്ടോ ആ സൃഷ്ടിജാലം മുഴുവനും യത്കിഞ്ച ഇദം എന്നതിൽ ഉൾപ്പെടുന്നു. ഇദം സർവം അസൃജത, അതിനെ സൃഷ്ടിച്ചു. എന്നിട്ടോ തത് സൃഷ്ടുവാ, ശ്രദ്ധിക്കുക, തത് സൃഷ്ടുവാ, അത് സൃഷ്ടിച്ച ശേഷം തദേവ അനുപ്രാവിശത്ത്, അതിൽ തന്നെ പ്രവേശിച്ചു, ചൈതന്യം നൽകി. പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തൻ സൃഷ്ടിച്ചതിലെല്ലാം തന്നെ തൻ്റെ ചൈതന്യം പ്രവേശിപ്പിച്ചു. അതാണ് തത് സൃഷ്ടുവാ തദേവാനുപ്രാവിശത്ത്. എന്നിട്ടോ തദനു പ്രവിശ്യ, അതിൽ പ്രവേശിച്ച ശേഷമോ സത്യച്ഛാഭവത്, അനുപ്രവേശിച്ചിട്ട് സതുച, സത്തായും, അതായത് മൂർത്തമായ വസ്തുക്കളായും, ത്യതുച അമൂർത്തമായും, സത് ത്യത് എന്ന രണ്ട് വാക്കുകൾ, സത്യച്ഛാഭവത്. സത് എന്ന് പറഞ്ഞാൽ മൂർത്തമായ സദ്വസ്തുക്കൾ, മറ്റത് അമൂർത്തമായത് അഭവത്ത്, അതായത് സർവം പഞ്ചഭൂതങ്ങൾ മുതൽ എല്ലാം ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു. അഭവത്ത്, അത് മൂർത്തമായും അമൂർത്തമായും സൂക്ഷ്മമായും
സ്ഥൂലമായും എന്ന് നമുക്ക് പറയാം. അഭവത്ത് നിരുക്തം ജ അനിരുക്തം ജ. ആ വസ്തുക്കൾ എങ്ങനെയുള്ളവയാണ് എന്ന് ചോദിച്ചാൽ നിരുക്തം നിർവചിക്കപ്പെട്ടിട്ടുള്ളതായും അനിരുക്തം ജ നിർവചിക്കപ്പെട്ടിട്ടില്ലാത്തതുമായ വസ്തുക്കളായി മാറി. നിലയനം ജ, നിലയനം എന്ന് പറഞ്ഞാൽ ആശ്രയമായവ. അനിലയനം ജ ആശ്രയമല്ലാത്തതായും. ഒന്നിന് ഒന്ന് ആശ്രയമായിട്ട് നിൽക്കുന്നു. ഇപ്പൊ ആകാശത്തിൽ നിന്നും വായു ഉണ്ടായി, വായുവിൽ നിന്നും അഗ്നി ഉണ്ടായി, അഗ്നിയിൽ നിന്നും അപ്പോൾ പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്നു എന്നർത്ഥം. എന്നിട്ട് അവസാനത്തെ സൃഷ്ടി ഒരു തരത്തിലുള്ള മറ്റൊന്നിന് ആശ്രയമാകാത്തതാണത് എന്നർത്ഥം. അങ്ങനെ നിലയനം ച അനിലയനം ച ആശ്രയമായും ആശ്രയമല്ലാത്തതായും. വിജ്ഞാനം ച, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ചൈതന്യ സ്വഭാവമുള്ളത് എന്നർത്ഥം. വിജ്ഞാനം ച അവിജ്ഞാനം ച, അതായത് ചേതന ഇല്ലാത്തതായും അചേതനവുമായി. സത്യം ച സത്യമായതും അമൃതം ച സത്യമല്ലാത്തതായും. അപ്പോ ശ്രദ്ധിക്കുക, ആ സൃഷ്ടി എങ്ങനെയാണ്, സൃഷ്ടിയുടെ വൈചിത്ര്യം ഇവിടെ വിപുലമാക്കി തരുന്നു. തദനു പ്രവിശ്യ സത്യഭവത് നിരുക്തം ച അനിരുക്തം ച നിലയനം ച അനിലയനം ച വിജ്ഞാനം ച അവിജ്ഞാനം ച സത്യം ച അമൃതം ച സത്യമഭവത്. ആ പരമാർത്ഥമായ സത്യം ഈ രീതിയിലെല്ലാം ഭവിച്ചു എന്നർത്ഥം. അവസാനം സത്യമഭവത്. അങ്ങനെയാണ് ഈ വസ്തുക്കളെല്ലാം ഉള്ളതായിട്ട് നമുക്ക് തോന്നും. ആ സത്യത്തിന്റെ അംശം, അതിൻ്റെ അനുപ്രവേശം കൊണ്ട് നാം നമ്മുടെ അവസാനത്തെ നമ്മുടെ ചർച്ചയുടെ ഈ ഭാഗത്തിൽ നാം കാണുന്നത് ഇതെല്ലാം അവിദ്യാകൃതമാണ്. സത്യമഭവത് യദിദം കിഞ്ച, ഇതെല്ലാം തന്നെ ഏതെന്നാണോ ഇതെല്ലാം, തത് അതിനെ സത്യമാചക്ഷത്തെ, അത് അങ്ങനെയാണ് ഇതിനൊക്കെ സത്യത്വം കിട്ടുന്നത്. ആരാ പറയുന്നത്? വിദുഷഃ, വിദ്വാൻമാർ പറയുന്നു, ബ്രഹ്മവിത്തുക്കൾ പറയുന്നു. സത്യമാചക്ഷത്തെ, ബ്രഹ്മവിത്തുക്കൾ പറയുന്നു. തദപ്യേഷ ശ്ലോകോ ഭവതി. ഇതിന് വിസ്താരമായ ഭാഷ്യം, ആചാര്യസ്വാമികളുടെ ഭാഷ്യം. ഈ ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ തിളങ്ങുന്ന ഒരുതരം എന്താ പറയാ, നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്നതായ ആചാര്യന്റെ വാക്കുകൾ. അതിലൂടെയാണ് ഇതിൻ്റെ ആ പരമാർത്ഥമായ അതിൻ്റെ ഇതെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് ആചാര്യ ഭാഷ്യങ്ങളിലൂടെയാണ്. ആചാര്യന്റെ ഭാഷ്യമില്ലായിരുന്നു എങ്കിൽ ഇവയെല്ലാം തന്നെ മറക്കപ്പെടുമായിരുന്നു, മറന്നുപോയിരിക്കുമായിരുന്നു. ഇവയെ ഒരുപക്ഷെ ഭൂമുഖത്തിൽ നിന്ന് തന്നെ ഇവയെല്ലാം അപ്രത്യക്ഷമാകുമായിരുന്നു. അതുകൊണ്ടാണ് ആചാര്യസ്വാമികളെ നാം മത ഉദ്ധാരകൻ എന്ന് പറയുന്നത്, ദർശന ഉദ്ധാരകൻ എന്ന് പറയുന്നത്. ഈ ദർശനത്തിന് ശാശ്വതമായ ചിരപ്രതിഷ്ഠ നേടി നൽകിയതാണ് ആചാര്യൻ. ഔപനിഷദ് ദർശനത്തിന്, ആത്മദർശനത്തിന് ഒരു അടിത്തറ ഉണ്ടെന്നും അത് യുക്തിസഹമാണെന്നും ഉള്ള തൻ്റെ വാദഗതികൾ കൊണ്ട്, തൻ്റെ എന്താ പറയുക, ഇതുവരെ ആരും രചിക്കാത്തതായ അഭൂതപൂർവമായ തൻ്റെ ആ ഭാഷ്യ രചന കൊണ്ട് ഇതെല്ലാം സാധിച്ചു തന്നതുകൊണ്ടാണ് ആചാര്യനെ നാം പറയുന്നത്. ശ്രുതിസ്മൃതി പുരാണാനാം ആലയം കരുണാലയം. ശ്രുതി, സ്മൃതി, പുരാണങ്ങൾ ഇവയ്ക്കെല്ലാം ആലയം കരുണാലയം എന്ന് പറയുന്നത്. തുടർന്നുള്ള ചർച്ചകൾ നമുക്ക് അടുത്ത ദിവസം, നാളെ ഇതിനെക്കുറിച്ച് അനുസന്ധാനം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.